ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഗുപ്ത ഡൈനാസ്റ്റി നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നോ? കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഗുപ്താസ് എടുത്ത പോർഷൻസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ് ടു ഗുപ്താസ് വരെ നിങ്ങൾ ഓക്കെയാണ്. നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും പറയുന്നത് എനിക്കറിയാം. സോ ഒരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, കണക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെ ഗുപ്ത വരെ എത്തി എന്നുള്ളത്. അപ്പൊ നമ്മൾ ഗുപ്താസിന്റെ കാര്യത്തിൽ നമ്മളൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് പറഞ്ഞിരുന്നു. ഗുപ്താസ് എന്ന് പറയുന്നത് എന്താണ്? കൾച്ചറൽ ബേസിൽ ഗോൾഡൻ ഏജ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെ? ഗോൾഡൻ ഏജ് ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആർക്കിടെക്ചറുകൾ വരുന്ന ഒരു കാലഘട്ടം ഈ പറയുന്ന ഗുപ്താസിന്റെ കാലഘട്ടത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു. എക്സ്പെഷ്യലി നഗര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന്റെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത് ഗുപ്താസിന്റെ കാലഘട്ടത്തിലാണ്. നമ്മൾ ആ കാര്യം പറഞ്ഞതാണ്. ഓക്കെ, അതേപോലെ ഗുപ്താസിന്റെ സിസ്റ്റം ഞാൻ പറഞ്ഞു. എന്തായിരുന്നു അവരുടെ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത? പൊളിറ്റിക്കൽ സിസ്റ്റം. ആരെങ്കിലും ഓർമ്മയുണ്ടോ? വെരി ഗുഡ്, സാമന്ത സിസ്റ്റം. ഓക്കെ, സാമന്തന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. സ്വാഭാവികമായിട്ട് എന്താണ്, സാമന്തന്മാരായിരിക്കും പല ഭാഗത്തും ഉണ്ടായിരിക്കും, അല്ലെ? പിന്നെ ഗുപ്താസിന്റെ മറ്റൊരു പ്രത്യേകത കൂടി ഞാൻ പറഞ്ഞു തന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഗുപ്താസ് ആർ വൈശ്യാസ്. എക്സ്പെഷ്യലി അവരെന്താണ്, അവരുടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നതും ട്രേഡ് ആയിരുന്നു. പക്ഷേ പ്രൈമറി ആക്ടിവിറ്റി അഗ്രികൾച്ചർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ വരുന്ന ആക്ടിവിറ്റി അഗ്രികൾച്ചർ ആണെങ്കിലും ദേ ആർ വൈശ്യാസ്. അവരെന്ത് ചെയ്യും? ഈ പറയുന്ന ട്രേഡ് ആക്ടിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? നമ്മൾ നഗരത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ നഗരത്തിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഈ പറയുന്ന വൈശ്യാസ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ഈ സാമന്തന്മാരെന്ന് പറയുന്നത് വൈശ്യാസ് ഗ്രൂപ്പാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഗുപ്താസ് ഈ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് മൂവ് ചെയ്യുന്ന സമയത്ത് ഗ്രാജുവലി ഗുപ്താന്റെ കിങ് വീക്ക് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബേസ്ഡ് ഓൺ കോമൺ സെൻസ് ഈ പറയുന്ന ഡൈനാസ്റ്റി എന്ത് ചെയ്യും? കുഞ്ഞു 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 കുഞ്ഞ് ഡൈനാസ്റ്റികളായിട്ട് സ്പ്ലിറ്റ് ആവാനുള്ള ടെൻഡൻസി കാണിക്കും. ഇറ്റ്സ് എ കോമൺ സെൻസ്, അല്ലേ? നമുക്ക് പെട്ടെന്ന് അറിയാവുന്ന ഒരു ടെൻഡൻസി ആണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, അത് കുഞ്ഞു 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 കുഞ്ഞ് ഡൈനാസ്റ്റികളായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. ഡൈനാസ്റ്റിസ് നോൺ ആസ് ഫ്യൂഡേറ്ററീസ്. ബിക്കോസ് ഫ്യൂഡേറ്ററീസ് ഗ്രാജുവലി എന്തായി? സ്ട്രോങ് ആയി വരാൻ തുടങ്ങി. ഓക്കെ, സോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതും മെജോറിറ്റി നിങ്ങൾ കാണുന്ന ഫ്യൂഡേറ്ററീസും അക്കോർഡിംഗ് ടു ഹിസ്റ്റോറിക്കൽ പാർട്ട്, ഹിസ്റ്റോറിക്കൽ എവിഡൻസസ്, ദേ ആർ ഓൾസോ വൈശ്യാസ്. ഓക്കെ, പല ബുക്കുകളിലും അവരെ വൈശ്യാസ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പോലും. സോ അവരെന്താണ്, ഗ്രാജുവലി വൈശ്യാസ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ഓർത്തിരുന്നാൽ മതി. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഡീറ്റെയിൽസിലേക്ക് അധികം പോകണ്ട. ഓക്കെ, അപ്പൊ അതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഡെവലപ്പ് ആയിട്ടുള്ള ഈ ഡൈനാസ്റ്റി എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ വഗഡഗാസ് നമ്മൾ പറഞ്ഞു. വഗഡഗാസ് എങ്ങനെയാണ് ഗുപ്താസിന്റെ പാർട്ടായെന്ന് ഞാൻ പറഞ്ഞതാണ്, ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഗുപ്താസിന്റെ പാർട്ടായതൊക്കെ നമ്മൾ കഥയൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, എന്ത് ചെയ്തു? ഇവർ സ്പ്ലിറ്റ് ആയിട്ട് ഡൈനാസ്റ്റി ആയി. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഡൈനാസ്റ്റീസ് ആണ് പോസ്റ്റ് ഗുപ്ത ഡൈനാസ്റ്റീസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കേണ്ട കാര്യം, ഈ പറഞ്ഞ ഗുപ്താസിന്റെ ക്യാപിറ്റല് പാടലിപുത്രയാണ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അവരെന്ത് ചെയ്തു? ലേറ്റ് ഗുപ്താസ് എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ പാടലിപുത്രയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവരെന്ത് ചെയ്തു? ചുരുങ്ങി ആ ക്യാപിറ്റൽ പോർഷനിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി നിന്നു. ഓക്കെ, അതേപോലെ വന്നിട്ടുള്ള 2-3 ഡൈനാസ്റ്റികളാണ്. ഒന്ന് പുഷ്യബുട്ടീസ് ഓഫ് തനേസർ. തനേസർ ആയിരുന്നു അവരുടെ ക്യാപിറ്റല്. അടുത്തത് മൗക്കുരിയാസ് ഓഫ് കനൂജ്, മൈത്രികാസ് ഓഫ് വല്ലഭി. സൗത്തിലേക്ക് വരുന്ന സമയത്ത് ചാളുക്യാസ് ഓഫ് ബല്ലരി, പല്ലവാസ് ഓഫ് കാഞ്ചീപുരം. ഇവരൊക്കെ എന്താണ്, ഈ പറയുന്ന പോസ്റ്റ് ഗുപ്ത ഡൈനാസ്റ്റി തെറ്റാണ് അറിയപ്പെടുന്നത്. കാരണം എന്താ, പല സമയത്ത് അവരെന്ത് ചെയ്തു? ഇവര് ഫ്യൂഡേറ്ററീസിന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് ആയിട്ട് വരുന്നു. ഗ്രാജുവലി ഇവർ എസ്റ്റാബ്ലിഷ് ആയിട്ട് വരുന്നു. പക്ഷെ പല്ലവാസിന്റെ ഫോർമേഷൻ ഞാൻ പറഞ്ഞു തരാം. പല്ലവാസിന്റെ ഫോർമേഷൻ നമുക്ക് എക്സാക്ട്ലി പോസ്റ്റ് ഗുപ്താസ് എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും പല്ലവാസിന്റെ പോസ്റ്റ് ഗുപ്താസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് പല്ലവാസ് സ്ട്രോങ് ആകുന്നത് ഗുപ്ത ഡൈനാസ്റ്റിക്ക് ശേഷമാണ്. അതിനു മുൻപ് പല്ലവാസ് ഡെവലപ്പ് ആയിട്ടുണ്ട്. സ്ട്രോങ് ആവുന്നത് അതിനുശേഷമാണ്. നമ്മൾ പല്ലവാസ് പഠിക്കുമ്പോൾ ഞാൻ ആ ഭാഗം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഫൈൻ. സോ നമ്മൾ ഇതിനകത്ത് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ഡൈനാസ്റ്റി ഏതാണ്? അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ടോട്ടലി വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളതും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഡൈനാസ്റ്റിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ദ ഡൈനാസ്റ്റി ഈസ് നോൺ ആസ് പുഷ്യബുട്ടീസ് ഓഫ് തനേസർ. ഓക്കെ, അപ്പൊ പുഷ്യബുട്ടീസ് ഓഫ് തനേസറിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അതിനകത്ത് പുഷ്യബുടി ഡൈനാസ്റ്റിയാണ് ഡെവലപ്പ് ആവുന്നത്. പുഷ്യബുടി ഡൈനാസ്റ്റിയിൽ നമ്മളെല്ലാം പഠിക്കുന്നത് പോലെ തന്നെ ഡൈനാസ്റ്റി, സോഴ്സ്, അവരുടെ കോൺട്രിബ്യൂഷൻസ് എല്ലാം നമ്മൾ ഗ്രാജുവലി പഠിച്ചിട്ട് പോകും. ഈ ഒരു ഡൈനാസ്റ്റിക്ക് മാത്രമാണ് പോസ്റ്റ് ഗുപ്തയിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുന്നത്. ബാക്കിയുള്ള ഡൈനാസ്റ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ബേസിക് നോളജ് മാത്രം മതി. ഓക്കെ, ഞാൻ ആ പറയുന്ന നോളജ് മാത്രം മതി, അതിന് മുകളിലേക്ക് നിങ്ങളൊന്ന് പഠിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു പുഷ്യബുട്ടീസ് എന്ന് പറയുന്നത് ഫ്യൂഡേറ്ററീസ് ഓഫ് ഗുപ്താസ് ആണ്. ഗുപ്താസ് എന്ത് ചെയ്യുന്നു? ഗ്രാജുവലി ഡിക്ലൈൻ ആവുന്നു. അതിന്റെ 1-2 റീസൺ എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ പറഞ്ഞു എക്കണോമി എന്താകുന്നു? ട്രിപ്പിൾ ഡൗൺ ആവുന്നു. രണ്ടാമത്തത് ഈ പറയുന്ന ഫ്യൂഡേറ്ററീസ് ഒരു വൈശ്യാസ് ആണ് ഓൾറെഡി. ഇവരുടെ കയ്യിൽ എക്കണോമി ഉണ്ടാവുമല്ലോ, ഇവർ ട്രേഡ് നടത്തുന്നു, ഇവരുടെ കയ്യിൽ എക്കണോമി ഉണ്ട്. ഇവർ ഗ്രാജുവലി എന്ത് ചെയ്യുന്നു? ഇവർ സെൽഫ് ഫവർഡ് ആവുന്നു. ഇവർ ഇൻഡിപെൻഡന്റ് കിങ്ഡംസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഡൈനാസ്റ്റിയാണ് പുഷ്യബുട്ടി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്, പുഷ്യബുരി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്.
ഓക്കെ, അതിന്റെ മെയിൻ റീസൺ എന്തായിരിക്കാം? എന്തുകൊണ്ടാണ് പുഷ്യഭൂതി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്? റീസൺ ബിഹൈൻഡ് ദാറ്റ് ദി ഫൗണ്ടർ നെയിം ഇസ് പുഷ്യഭൂതി. ഓക്കെ, പുഷ്യഭൂതി എന്ന് പറയുന്നത് അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ട്രേഡറാണ്. മാം പറഞ്ഞു വൈശാഖ് ക്ലാനിലെ പ്രധാനപ്പെട്ട ഒരാളാണെന്നാണ് അക്കോർഡിംഗ് ടു ഹിസ്റ്റോറിക്കൽ ആസ്പെക്ടിൽ പുള്ളിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അത് ഓർത്തിരുന്നാൽ മതി. അതേപോലെ തന്നെ ഹുവാൻ ടീസാങ്ങും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഗുപ്താസിന് ശേഷം എന്ത് ചെയ്തു? തനേസർ ക്യാപിറ്റൽ ആയിട്ട് അദ്ദേഹം ഒരു ചെറിയൊരു ഡൈനാസ്റ്റി അങ്ങ് ഫോം ചെയ്യുന്നു. തനേസർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഹരിയാന ഭാഗത്ത് കുരുക്ഷേത്ര ഭാഗം കേട്ടിട്ട്, കുരുക്ഷേത്രം കേട്ടിട്ടില്ലേ? ആ ഒരു ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കാര്യം പറയുന്നത്. ഈ ഒരു എവിഡൻസ് കൃത്യമായിട്ട് വരുന്നത് ഒന്ന് ട്രാവലോഗ്സ് ഓഫ് ദി ചൈനീസ് പിലിഗ്രിംസ്, ആരാ? ഹുവാൻ ടീസാങ്ങിന്റെ എവിഡൻസസ് നിന്ന് വരുന്നു. രണ്ടാമത്തത് ഹർഷ കോർട്ട് പോയിട്ട് ബാണഭട്ടയിൽ നിന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹർഷചരിത, ഞാൻ നേരത്തെ ബാണഭട്ട ഹർഷചരിത ചെയ്തതാണ്. ഹർഷചരിത ചെയ്തത് ബാണഭട്ടയാണ്, അദ്ദേഹത്തിന്റെ കോർട്ട് പോയിട്ടാണ്. ഇവിടെ നിന്നാണ് ഈ മെയിൻസ് ആയിട്ടുള്ള ഈ എവിഡൻസുകൾ വരുന്നത്. ഓക്കെ, അതിനപ്പുറത്തേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഈ ഡൈനാസ്റ്റിയാണ് വർദ്ധന ഡൈനാസ്റ്റി. അത് ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വർദ്ധന ഡൈനാസ്റ്റി വന്നത് എന്നുള്ളത്. ഓക്കെ, പുഷ്യഭൂതി ഡൈനാസ്റ്റിയാണ്. പുഷ്യഭൂതി എന്ന് പറയുന്ന അത്ര സ്ട്രോങ് ഒന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം എന്താണ്? ഒരു നോർമൽ ട്രേഡ് നടത്തുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഡൈനാസ്റ്റി ഫോം ചെയ്തു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ പറഞ്ഞ എക്കണോമിക്കൽ വെൽത്ത് ഉണ്ട്, സ്വാഭാവികം അദ്ദേഹം ഒന്ന് ജസ്റ്റ് ഡെവലപ്പ് ആയി. പക്ഷെ അദ്ദേഹത്തിന് റിയൽ ഫൗണ്ടർ എന്ന് പറയാൻ സാധിക്കില്ല. ഓക്കെ, റിയൽ ഫൗണ്ടർ എന്ന് പറയാൻ സാധിക്കുന്നത് പ്രഭാകര വർദ്ധനയാണ്. അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്? വർദ്ധന ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നത്. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കിങ് ഓഫ് ദിസ് ഡൈനാസ്റ്റി, ദാറ്റ്സ് വൈ ഇറ്റ്സ് നോൺ ആസ് ദി വർദ്ധന ഡൈനാസ്റ്റി. ക്ലിയർ ആയോ ആ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം? ഓക്കെ, ബാക്ക് ടു ദി ഗെയിം. സോ ഇവിടെ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ട്രാവലോഗ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹുവാൻ ടീസാങ്ങിന്റെ സിയൂക്കി എന്ന് പറഞ്ഞൊരു ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഡീറ്റെയിൽസ് ആയിട്ടുള്ള എവിഡൻസ് വരുന്നുണ്ട്. ഓക്കെ, അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള എവിഡൻസ് ആണ് ഈ പറഞ്ഞ ഹർഷവർദ്ധനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അതിനുള്ള റീസണും ഉണ്ട്. ഓക്കെ, ഹർഷവർദ്ധനെ കുറിച്ച് ഫോക്കസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹം മൂവ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ബാണഭട്ട. ബാണഭട്ട എന്ന് പറയുന്നത് ഹർഷവർദ്ധന്റെ കോർട്ട് പോയിട്ടാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ബുക്കാണ് ഹർഷചരിത എന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെ ഹർഷവർദ്ധൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ഡ്രാമ എഴുതിയിട്ടുണ്ട്. പ്രിയദർശിക, നാഗനന്ദ, രത്നാവലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡ്രാമയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ ഡ്രാമയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ എവിഡൻസുകൾ വരുന്നുണ്ട്. ഓക്കെ, ദീസ് കൈൻഡ് ഓഫ് എവിഡൻസ് UPSC ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഈ ഭാഗത്ത് നിന്ന്. UPSC എന്ന് പറഞ്ഞാൽ CAPF-നൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യന്റെ പാർട്ടാണത്. ഓക്കെ, സോ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2-3 ഇൻസ്ക്രിപ്ഷൻസിലും എവിഡൻസുകൾ കിട്ടുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഇൻസ്ക്രിപ്ഷൻസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ ഇതാണ്, മധുബൻ കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻസ്. ഓക്കെ, മധുബൻ ഇൻസ്ക്രിപ്ഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഹർഷവർദ്ധൻ ആണ് ഈ ഡൈനാസ്റ്റിയിലെ മെയിൻ റൂളർ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് പുഷ്യഭൂതി ആണെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെയാണ് അതിന്റെ പുഷ്യഭൂതി ഡൈനാസ്റ്റി എന്നുള്ള ഒരു ടേമിൽ വിളിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സോൺപട്ട് ഇൻസ്ക്രിപ്ഷൻസ് വരുന്നു, ബക്ഷേര ഇൻസ്ക്രിപ്ഷൻസ് വരുന്നു. ഇത്രയും ഇൻസ്ക്രിപ്ഷൻസിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു എവിഡൻസ് വരുന്നത്. ഈ 3 ഇൻസ്ക്രിപ്ഷൻസ് നിങ്ങൾ നോക്കി വെക്കുക. UPSCക്ക് ഇനി വരാൻ പോകാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻസ്ക്രിപ്ഷൻസ് ആൻഡ് ഡൈനാസ്റ്റീസ് ഡീറ്റെയിൽസ് ആയിരിക്കും. കൺസിഡർ ദി ഫോളോയിങ് പെയർ എന്ന് പറഞ്ഞിട്ട് ഇൻസ്ക്രിപ്ഷനും ഡൈനാസ്റ്റി ഡീറ്റെയിൽ. അലഹബാദി പിള്ളേർ ഇൻസ്ക്രിപ്ഷൻ ഇല്ലേ? അതേപോലെ തന്നെ ഇൻസ്ക്രിപ്ഷനും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു നോക്കുക. ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പുഷ്യഭൂതി ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഈ ഹോൺസിൻ ഇൻവേർഷന് ശേഷമാണ് അദ്ദേഹം ഗ്രാജുവലി ഡെവലപ്പ് ആവുന്നത്. ഞാൻ പറഞ്ഞു ഹോൺസിൻ ഇൻവേർഷൻ ഗുപ്താസ് തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഓക്കെ, ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇത് കൂടാതെ ഈ ഒരു പുഷ്യഭൂതി ഡൈനാസ്റ്റിയെ കുറിച്ചിട്ട് ഒരു എവിഡൻസിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ മഞ്ജുശ്രീ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? മഞ്ജുശ്രീ ഒരു ബോധിസാത്തവയാണ്. ഓക്കെ, നിങ്ങൾ ബുദ്ധിസം പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഓക്കെ, ഈ ബോധിസാത്തവയില് ഈ മഞ്ജുശ്രീ എന്ന് പറഞ്ഞൊരു ബോധിസാത്തവയെ കുറിച്ച് പഠിക്കുന്ന ആര്യ മഞ്ജുശ്രീ മുലകൽപ്പ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. ഓക്കെ, ആ ബുക്കിൽ നിന്നൊരു എവിഡൻസ് ഇതുപോലെ കിട്ടുന്നുണ്ട്. ബോധിസാത്തവ ബുക്കിൽ നിന്നാണ്. അവിടെ താന്ത്രിക് റിച്വൽസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ബുക്കാണത്. അതിനകത്തും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പുഷ്യഭൂതി ഡൈനാസ്റ്റിയെ കുറിച്ചൊരു ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. അതിനകത്ത് ഒരു സ്പെസിഫിക്കലി ഒരു കാര്യം പറയുന്നത്, ഈ പറയുന്ന തനേസർ എന്ന് പറയുന്നത് ആരുടെ ക്യാപിറ്റലാണ്? ഹർഷവർദ്ധന്റെ ക്യാപിറ്റലാണെന്ന് പറയുന്നുണ്ട് ആ ഒരു ബുക്കിൽ. ഓക്കെ, ആര്യ മഞ്ജുശ്രീ മുലകൽപ്പ എന്നാണ് എന്റെ പേര്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട. ഞാൻ പാർട്ട് ഓഫ് ദി സിലബസ് ആയതുകൊണ്ട് അത് പറഞ്ഞത് മാത്രമല്ല, അത് അങ്ങനെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. ഓക്കെ, പക്ഷെ പുഷ്യഭൂതി അതേ ഉള്ളൂ. അതിനുശേഷം എന്ത് വന്നു? പ്രഭാകര
വർദ്ധൻ വന്നു. അദ്ദേഹമാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് റൂൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനാണ് മഹാരാജാതിരാജ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഹിന്ദുയിസം നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു റൂളർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഹിന്ദുയിസം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഈ വർദ്ധന ഡൈനാസ്റ്റിന്റെ പേര് വരാൻ കാരണം പോലും ഈ ഒരു രീതിയാണ്. ഓക്കെ, കാരണം എന്തുകൊണ്ട് വെച്ചാൽ വർദ്ധന അദ്ദേഹത്തിന്റെ വർദ്ധനയാണ്. ബിക്കോസ് ഇമ്പോർട്ടന്റ് റൂളറിന്റെ പേര് വെച്ചിട്ടായിരിക്കും അടുത്ത ഡൈനാസ്റ്റിന്റെ പേര് വരുന്നുണ്ടാവുക. പക്ഷേ ഞാൻ പറഞ്ഞു പുഷ്യബുദ്ധി ക്ലാൻ ആയതുകൊണ്ടാണ് പുഷ്യബുദ്ധി ഡൈനാസ്റ്റി എന്നുള്ള പേര് വന്നത്. പുഷ്യബുദ്ധി എന്ന് പറയുന്നത് പോലും അവരുടെ ക്ലാൻ ആണ്, ഈ ട്രേഡഡ് ക്ലാനുകളുടെ പേരാണ്. ഓക്കെ, അത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. അതിനുശേഷം അദ്ദേഹത്തിന്റെ എൽഡർ സൺ ആയിട്ടുള്ള ആര് വരുന്നു? രാജ്യവർദ്ധന വരുന്നു ഭരണത്തിലേക്ക്. ഓക്കെ, ഈ രാജ്യവർദ്ധനയ്ക്ക് ഈ പറഞ്ഞ പ്രഭാകരവർദ്ധനയ്ക്ക് എന്തുണ്ട്? 3 മക്കളാണുള്ളത്. രാജശ്രീ, രാജ്യവർദ്ധന, ഹർഷവർദ്ധന എന്ന് പറയുന്ന ആളുകൾ. ഓക്കെ, പക്ഷെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാജ്യവർദ്ധനയുടെ കാലഘട്ടത്തില് ഈ രാജശ്രീ എന്ത് ചെയ്യും? മൗര്യ റൂളേഴ്സിന് കല്യാണം കഴിച്ചു കൊടുക്കും. ഓക്കെ, മൗര്യ ഓഫ് കനൂജ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ടോ? വിച്ച് വൺ? ദിസ് വൺ. ഓക്കെ, കല്യാണം കഴിച്ചു കൊടുക്കും. യൂഷ്വൽ ആണല്ലോ. എന്താണ് ആ സിസ്റ്റത്തിന്റെ പേര്? മാട്രിമോണിയൽ അലയൻസ് ഉണ്ടാക്കാനുള്ള ടെൻഡൻസി എപ്പോഴും അവർ കാണിക്കും അല്ലേ? അപ്പൊ എന്ത് ചെയ്യുന്നു? അതേപോലെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. അവിടുത്തെ രാജാവിന്റെ പേരാണ് ഗൃഹവർമ്മൻ എന്ന് പറയും. അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുക്കും. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ 2 റൂളേഴ്സ് ഉണ്ട്. മാൾവയിലുള്ള റൂളർ ആയിട്ടുള്ള ദേവഗുപ്തൻ എന്ത് ചെയ്യും? ഓക്കെ, ഈ പറഞ്ഞ വൺ ഓഫ് ദി റെമനന്റ് ഓഫ് ദി ഗുപ്ത ഡൈനാസ്റ്റിയുടെ ഒരു പാർട്ടാണ് മാൾവ റൂളർ എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ബംഗാളിലെ ശശാങ്കനും കൂടി ചേർത്തിട്ട് എന്ത് ഇവർ അങ്ങ് പ്ലാൻ ചെയ്യും. എന്ത് വേണം? ഈ പറയുന്ന കനൂജ് എന്ന് പറയുന്ന ഏരിയ നമുക്ക് കൺട്രോൾ ചെയ്യണം. ബിക്കോസ് കനൂജ് ഇസ് എൻ ഇമ്പോർട്ടന്റ് പ്ലേസ്. വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു ലാൻഡാണ് ആ കാലഘട്ടത്തിൽ പോലും അത്. ഓക്കെ, ബിക്കോസ് ഒന്ന് അയണിന്റെ കോൺട്രിബ്യൂഷൻ ഒരുപാടുള്ള സ്ഥലമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിവർ ഭയങ്കരമായിട്ട് ഗംഗാ റിവർ ഒഴുകുന്ന സ്ഥലമാണ്. അഗ്രികൾച്ചറിൽ ഫെർട്ടൈൽ ആണ്. ഇവരെന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കനൂജ് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ പ്ലാൻ ചെയ്യുന്നു. ഞാൻ മുമ്പ് പറഞ്ഞു മൗര്യസ് ഓഫ് കനൂജിന്റെ ഹെഡ് എന്ന് പറഞ്ഞ ഗൃഹവർമ്മനാണ്. ഗൃഹവർമ്മൻ എന്ത് ചെയ്യും? ഈ പറയുന്നത് പോലെ തന്നെ ഈ പറഞ്ഞ ആരെന്ത് ചെയ്യും? ശശാങ്കൻ അങ്ങ് കൊന്നിട്ട് രാജശ്രീ അങ്ങ് പിടിച്ചുകൊണ്ടുപോകും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യും? ഇത് ആരറിയും? ന്യൂസ് ഓഫ് രാജ്യവർദ്ധന. രാജ്യവർദ്ധന എന്ത് ചെയ്യും? മാർച്ച് ചെയ്തിട്ട് ആരുടെ അടുത്തേക്ക് പോകും? മാൾവ കിങ്ങിന്റെ അടുത്തേക്ക് പോകും. പക്ഷെ ശശാങ്കൻ എന്ത് ചെയ്യും? ആ സമയത്ത് ചതിച്ചു കൊന്നുകളയും ഈ പറഞ്ഞ രാജ്യവർദ്ധന. ഇത് ഭയങ്കരമായിട്ട് ഈ പുഷ്യബുദ്ധി ഡൈനാസ്റ്റിക് അല്ലെങ്കിൽ വർദ്ധന ഡൈനാസ്റ്റിക് ഭയങ്കര രാഷ്ട്രീയം ഉണ്ടാവും. ബിക്കോസ് ഒരു കാര്യം ഇവിടെ ഓർക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഗുപ്ത ഡൈനാസ്റ്റി അത്യാവശ്യം സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഈ പുഷ്യബുദ്ധി ഡൈനാസ്റ്റിയാണ്. സ്വാഭാവികമായിട്ട് അവരുടെ വെല്ലുവിളിച്ചത് തുല്യായിരിക്കല്ലോ. കാരണം അനിയത്തിനാണ് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. അത് ഭയങ്കരമായിട്ട് പ്രശ്നമാവും. ഹർഷവർദ്ധൻ റൂളിലേക്ക് വരും. ഹർഷവർദ്ധൻ എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും ഇതിന് പ്രതികാരം ചെയ്യണം. ഹർഷവർദ്ധൻ എന്ത് ചെയ്യുന്നു? വീണ്ടും ഈ 2 പേരെയും യുദ്ധത്തിൽ തോൽപ്പിക്കും. അതായത് ശശാങ്കനെ ആദ്യം യുദ്ധത്തിൽ തോൽപ്പിച്ച് ഓടിക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും പോയിട്ട് ബംഗാൾ റീജിയൻ മൊത്തം അദ്ദേഹം പിടിച്ചുകൊണ്ട് വരും. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന മാൾവ റീജിയനെ തോൽപ്പിച്ച് മാൾവ റീജിയൻ അദ്ദേഹത്തിന്റെ കൺട്രോളിലേക്ക് ആക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇദ്ദേഹം എന്ത് ചെയ്തു? സിസ്റ്ററെ തിരിച്ചു കൊണ്ടുവന്നു. സിസ്റ്റർ തിരിച്ചു കൊണ്ടുവന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഒരു കഥ അതിനകത്ത് വരുന്നുണ്ട്. ആ കഥ നിങ്ങൾ ഓർത്തിരിക്കണം എന്നില്ല, റഫായിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. രാജശ്രീ എന്തെന്ന് വെച്ചാൽ കാട്ടിലേക്ക് ഓടിപ്പോകും. ആ സമയത്ത് ശശാങ്കൻ ഇവരെ കൊല്ലാൻ പ്ലാൻ ചെയ്യുകയും ഇവർ കാട്ടിലേക്ക് ഓടിപ്പോവുകയും ചെയ്യും. അങ്ങനെ ഓടിയ സ്ഥലത്ത് ഒളിക്കുന്നതാ. ഓക്കെ, ഒളിച്ച് കുറെ കാലം ട്രൈബൽ ആൾക്കാരുടെ കൂടെ ഒക്കെ താമസിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവരെ രക്ഷിച്ചു കൊണ്ടുവരുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു സ്റ്റോറി ഒക്കെ. പക്ഷെ അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട എക്സാമിനേഷൻ പോലെ ഈ ഒരു കഥ നിങ്ങൾ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് നല്ലതാണ്. ബിക്കോസ് നിങ്ങൾക്ക് കണ്ടംപററീസ് മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞ ശശാങ്ക ഓഫ് ബംഗാൾ, മാൾവ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഒരു കണ്ടംപററി നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? അത് ഓർത്തിരുന്നാൽ മതി. അപ്പുറത്തേക്ക് നിങ്ങൾ ഒന്നും ഓർത്തിരിക്കേണ്ട. ഇത് അങ്ങനെ ഒന്നും ചോദിച്ചു കളയതൊന്നുമില്ല, ഓപ്ഷണൽ ഒന്നുമല്ല. പക്ഷെ നിങ്ങൾക്ക് കഥ കിട്ടാൻ വേണ്ടി ആ പേരെങ്കിലും ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ബൈ ഹാർട്ട് ടെൻഡൻസി പോലെ നിങ്ങൾ പഠിച്ചു പോകും. ഓക്കെ, എന്ത് ചെയ്യും? ഈ പറയുന്ന രീതിയിൽ ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ മൗര്യസിന് ആരെങ്കിലും ഉണ്ടോ ഈ ഡൈനാസ്റ്റിക്? ഇനി ഗൃഹവർമ്മൻ ഓൾറെഡി മരിച്ചുപോയില്ലേ? അപ്പോൾ ഈ കനൂജും കൂടി ആര് കൺട്രോൾ ചെയ്യും? ഹർഷവർദ്ധൻ കൺട്രോൾ ചെയ്യുകയും ഹർഷവർദ്ധൻ തനേസിൽ നിന്ന് ക്യാപിറ്റൽ കനൂജിലേക്ക് മാറ്റുകയും ചെയ്യും. ഓക്കെ, ഹർഷവർദ്ധന്റെ കാലത്താണ് എന്ത് ചെയ്യുന്നത്? ഈ കനൂജിലേക്ക് ക്യാപിറ്റൽ മാറ്റും. ഓക്കെ, ആ ഒരു സ്റ്റോറി നിങ്ങൾക്ക് കിട്ടിയോ? എന്താണെന്നുള്ളത്, എങ്ങനെ വന്നു എന്നുള്ളത്, ഹർഷവർദ്ധൻ എങ്ങനെ അദ്ദേഹത്തിന്റെ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളത്. ഫൈൻ, ഡൺ, ക്ലിയർ? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഹർഷവർദ്ധൻ അതുകൊണ്ട് തന്നെ ഹർഷവർദ്ധൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഓൾറെഡി പുള്ളി എന്ത് ചെയ്തു? പല സ്ഥലങ്ങളിൽ പിടിച്ചെടുത്തു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് യുദ്ധങ്ങളൊക്കെ ചെയ്തങ്ങ് ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിക്കും? നമ്മൾ ആരെ വലിയ ആളാണെന്ന് വിചാരിക്കും. ആ ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. പുള്ളി അങ്ങ് എന്ത് ചെയ്തു? ഉത്തരപതി, അതായത് ഉത്തരപതി എന്ന് വെച്ചാൽ ഈ പറയുന്ന നോർത്തേൺ ഭാഗത്തിന്റെ ഹെഡായിട്ട് പുള്ളിനെ അങ്ങ് ഡിക്ലെയർ ചെയ്യും. പുള്ളിക്ക് നോർത്ത് മാത്രം പോരാ, പുള്ളി സൗത്തിലേക്ക് അങ്ങ് ഓടിക്കയറും. സൗത്തിൽ ഓടിക്കയറുന്ന സമയത്ത് അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള റൂളർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് പുലകേശിൻ II എന്ന് പറയും. ചാളുക്യ ഡൈനാസ്റ്റി റൂളറാണ്. അദ്ദേഹത്തിനോട് എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ അദ്ദേഹം യുദ്ധം ചെയ്യും. ഹർഷവർദ്ധൻ യുദ്ധം ചെയ്യും, പക്ഷേ തോൽക്കും. അത്രയും പവർഫുൾ റൂളറാണ് ഈ പറഞ്ഞ പുലകേശിൻ II എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്യും? ഈ പറയുന്ന പോലെ ആരെ തോൽപ്പിക്കും? ഹർഷവർദ്ധനെ തോൽപ്പിക്കും. ഈ ഒരു എവിഡൻസ് നമുക്ക് കിട്ടുന്നത്
ഐഹോൾ ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ്. ദീസ് ഇൻസ്ക്രിപ്ഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഈ പുലകേശി മണ്ണിന്റെ കോർട്ട് പോർട്ടായിട്ടുള്ള രവികീർത്തി എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ എഴുതുന്നത്. ഇറ്റ്സ് എ സാൻസ്ക്രിറ്റ് ഇൻസ്ക്രിപ്ഷൻസ് മിക്സഡ് വിത്ത് കന്നഡ ഇൻസ്ക്രിപ്ഷൻസ്, മെയിൻലി സാൻസ്ക്രിത്. എന്ത് ചെയ്യുന്നു അദ്ദേഹം, ഈ പറഞ്ഞ പോലെ ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഹർഷവർദ്ധനൻ ആര് പരാജയപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഈ പറഞ്ഞ പുലകേശി മണ്ണ് പരാജയപ്പെടുത്തുന്നു പറഞ്ഞ് ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുലകേശി ടൂനെ ദക്ഷിണപതി എന്നും അതേപോലെ തന്നെ ഹർഷവർദ്ധനെ ഉത്തരപതി എന്നാണ്. ഇപ്പോൾ ഓർത്താൽ മതി, ഇന്ത്യൻ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് മെയിൻ ആയിട്ട് എന്താണ്, ഈ ഒരു പാർട്ടിന്റെ ഓൾമോസ്റ്റ് കൺട്രോൾ ആരുടെ അടുത്തേക്ക് വന്നു, ഹർഷവർദ്ധന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഈ ഒരു ഭാഗത്തിന്റെ ഓൾമോസ്റ്റ് കൺട്രോൾ ആരുടെ വന്നിട്ടുണ്ട്, പുലകേശൻ ടൂവിന്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സ്ട്രോങ്സ്റ്റ് റൂളേഴ്സിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിനുശേഷം വരുന്ന മക്കൾ എന്നവർ ശ്രദ്ധിക്കില്ല. അപ്പൊ എന്താ പ്രശ്നം വരിക, എന്ത് സംഭവിക്കും? അശോകിന് ശേഷം വന്നിട്ടുള്ള നിങ്ങൾ സംഭവിച്ചത് എന്താ? അശോകൻ സ്ട്രോങ്സ്റ്റ് റൂളർ, സംശയമുണ്ടോ നിങ്ങൾക്ക് കാര്യത്തിൽ? ഇല്ല. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചു? ഒരു സ്ട്രോങ്സ്റ്റ് റൂളർ വന്നു കഴിഞ്ഞാൽ അടുത്തയാൾ ചിലപ്പോൾ അതേപോലെ സ്ട്രോങ് ആവണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നിർബന്ധം ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, ആ ഡൈനാസ്റ്റിക്ക് താഴേക്ക് പോകും. അതിനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. വീക്ക് സക്സസേഴ്സ് ഡെഫിനറ്റ്ലി എന്തായിരിക്കും, വീക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അത് എപ്പോഴും ശ്രദ്ധിക്കരുത്. ഓക്കെ, ഇതാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹം പിടിച്ചെടുക്കും. ഇതേപോലെ അദ്ദേഹത്തിന്റെ ഒരു മേജർ അറ്റാക്ക് ആയിരുന്നു ഗഞ്ചം കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗഞ്ചം കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഒഡീഷ ഭാഗം. ഓക്കെ, ഇദ്ദേഹത്തിന്റെ അവസാനത്തെ, ഈ പറഞ്ഞ ഹർഷവർദ്ധന്റെ അവസാനത്തെ ഒരു വാർ എന്ന് പറയുന്നത് ഗഞ്ചം കോസ്റ്റ് പിടിച്ചെടുക്കുന്നുള്ളായിരുന്നു. മെയിൻ റീസൺ എന്ന് പറയുന്നത് എപ്പോഴും ആ കോസ്റ്റിന്റെ ഭാഗത്ത് ഒരു പ്രത്യേകതയുണ്ട്. ട്രേഡ് നടത്തുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, ഈ പറയുന്ന ലൂട്ടേഴ്സ് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ പിടിച്ചുകൊണ്ടുപോകും, പൈറേറ്റ്സുകൾ സാധനങ്ങളൊക്കെ പിടിച്ചുകൊണ്ടുപോകും. അത് കൺട്രോൾ ചെയ്ത് തന്നെയായിരുന്നു അദ്ദേഹം ഗഞ്ചം കോസ്റ്റ് പിടിച്ചിരുന്നത്. ഇതുപോലെ പിടിച്ചെടുത്ത ഒരാളെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ ഒരു സ്ഥലം, ഏതെങ്കിലും ഒരു സ്ഥലം ഓർമ്മയുണ്ടോ? അശോകൻ എന്ത് ചെയ്തു, കലിംഗ പിടിച്ചെടുത്തത് ലൊക്കേഷനാണ്. ഓക്കെ, അതായത് കലിംഗ എന്ന് പറയുന്നതും എവിടെയാണ്, ഒഡീഷ പാർട്ടാണ്. ഗഞ്ചം എന്ന് പറയുന്നതും ഒഡീഷ പാർട്ടാണ്. ഓക്കെ, രണ്ടും ഒരേ സ്ഥലത്താണ്, ഒരേ ഏരിയയിലാണ് വരുന്നത്. ഓക്കെ, ഇതേ സെയിം ആറ്റിറ്റ്യൂഡാണ് സംഭവിച്ചത്. അതുവരെ ഹർഷവർദ്ധൻ ഷൈവേറ്റ് ആയിരുന്നെങ്കിൽ ഇതിനുശേഷം ഈ പറഞ്ഞ വാറും വളരെ ഡിസാസ്റ്റർ ആയിട്ടുള്ള വാറായിരുന്നു. സിമിലർ ലൈക്ക് കലിംഗൻ അത്രയും ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ പോലും സെയിം കൈൻഡ് ഓഫ് വാർ ആയിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, ദിഗ്വിജയിൽ നിന്ന് ധമ്മവിജയിലേക്ക് പോകണം. അതായത് സെയിം ക്യാരക്ടർ ചേഞ്ച് അദ്ദേഹത്തിന് വരുന്നു. അദ്ദേഹം ഗ്രാജുവലി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ആവുന്നു. ഇനീഷ്യലി അദ്ദേഹം ഹിനായന ബുദ്ധിസത്തിലേക്കാണ് കൺവേർട്ട് ആവുന്നതെങ്കിൽ ലേറ്റർലി അദ്ദേഹം മഹായാന ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ആവുന്നു. അദ്ദേഹത്തിന്റെ മഹായാന ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ആക്കുന്നത് ഹുവാൻടി സാങ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ചൈനീസ് ട്രാവലറിനെ കുറിച്ചിട്ട്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിനെ മഹായാന ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ആക്കുന്നത്. ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആണോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഫൈൻ, ഡൺ. എല്ലാവരും അജന്യ, വീണ, ഫൈൻ, ഡൺ. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ഇദ്ദേഹം ഒരു പവർഫുൾ റൂളർ മാത്രമല്ല, അദ്ദേഹം എന്താണ്, ഒരു മാൻ ഓഫ് ഇന്റലക്ട് എന്നുള്ള രീതിയിൽ തന്നെ പറയാം. ആർട്ട് കൾച്ചറിൽ വളരെ ഫേമസ് ആണ്. അദ്ദേഹം 3 പ്രധാനപ്പെട്ട ഡ്രാമകൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് നാഗനന്ദ, രത്നാവലി, പ്രിയദർശിക എന്ന് പറഞ്ഞ 3 പ്രധാനപ്പെട്ട നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ നാടകം എന്ന് പറയുന്നത് നാഗനന്ദയാണ്. നാഗനന്ദ എന്ന് പറയുന്നത് ജീമുതവാഹനന്റെ ഒരു കഥയാണ്. അദ്ദേഹം സെൽഫ് സാക്രിഫൈസ് ഫോർ ദി നാഗാസ് എന്ന് പറയുന്ന ഒരു കഥ. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഈഗിള്, ഓക്കെ, ഗരുഡൻ. അത് ഈ ഗരുഡൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത, പരന്തിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് എപ്പോഴും പാമ്പിനെ തിന്നും. പാമ്പിന്റെ മെയിൻ ശത്രുവാണെന്ന് നമ്മൾ പറയാറുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നാടുകളിൽ, അല്ലെ? സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വലിയൊരു പാമ്പ് അമ്മയുണ്ട്. ഈ പാമ്പ് കഥ എങ്ങനെയാണ് പോകുന്നത്, പാമ്പ് അമ്മയുണ്ട്. പാമ്പ് അമ്മ കുട്ടികൾ വരുന്ന സമയത്തൊക്കെ ഈ ഗരുഡൻ എന്ത് ചെയ്യും, കുട്ടികളെ കുത്തി തിന്നും. ഇത് പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ആ സമയത്ത് ഒരു രാജാവ്, ജീമുതവാഹനൻ എന്ന് പറയുന്ന രാജാവ്, ജീമുതവാഹനൻ എടുത്ത് ആര് വിഷമം പോയി പറയും, ഈ പറഞ്ഞ നാഗ അമ്മ പോയി പറയും, പക്ഷെ എന്റെ മക്കളെ എന്നെ കൊന്നു തിന്നെയാണ്, അപ്പൊ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറയും. ഓക്കെ, ജീമുതവാഹനൻ എന്ത് ചെയ്യും, ഈ പറയുന്ന പരന്തിനെ വിളിച്ചു വരുത്തിട്ട് ചോദിക്കും, നിനക്ക് എന്താ വേണ്ടത്, എന്നെ രക്ഷിക്കാൻ എന്താ വേണ്ടതെന്ന് പറയും. ഓക്കെ, ആദ്യം പരന്ത് സമ്മതിക്കില്ല, തിരിച്ചു പോകും. ഓക്കെ, പരന്ത് പറയും എനിക്ക് നാഗങ്ങളെ തന്നെ മതി എന്ന് പറയും, എനിക്ക് വേറെ ഒന്നും വേണ്ടെന്ന് പറയും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും, ജീമുതവാഹനൻ പാമ്പിന്റെ വേഷത്തിൽ പോയിട്ട് സ്വന്തം ജീവൻ അർപ്പിക്കുന്നതാണ് ഈ പറയുന്ന നാഗനന്ദ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റോറിയാണ് പുള്ളി പറയുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ക്ലീശയായിട്ട് തോന്നും, പക്ഷേ ഇതാണ് ആ സ്റ്റോറി. ഇതൊരു ഡ്രാമയാണ്. ഓക്കെ, അന്നത്തെ കാലത്ത് ആ പ്ലോട്ടൊക്കെ ഇട്ട് ഡ്രാമ നടത്തുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കൈൻഡ് ഓഫ്. ഓക്കെ, നിങ്ങൾ ഇതൊക്കെ ഉണ്ട്, അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അതേപോലെ തന്നെ അടുത്തൊരു ഇതാണ് രത്നാവലി എന്ന് പറയുന്നത്. രത്നാവലി എന്ന് പറയുന്നത് കിങ് ഉദയനന്റെ ഒരു ലവ് സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഇതിനകത്താണ് ആദ്യമായിട്ട് ഹോളിയെ കുറിച്ചുള്ള എവിഡൻസുകൾ കാണുന്നത്. ഫസ്റ്റ്
ടെക്സ്റ്റൽ എവിഡൻസ് ഓഫ് ദി ഹോളി സെലിബ്രേഷൻ. ദിസ് ഇസ് എ UPSC ക്വസ്റ്റ്യൻ. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. രത്നാവലി. രത്നാവലി ഇസ് റിട്ടൺ ബൈ ആരാണ്? ഹർഷവർദ്ധൻ. ഓൾസോ ഹോളി സെലിബ്രേഷൻ. മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻ ഓഫ് ദിസ് ഇയർ. ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ അടുത്തത് ഏതാണ്? പ്രിയദർശിക എന്ന് പറയും. ലവ് അഫെയർ ഓഫ് ഉദയന ആൻഡ് പ്രിയദർശിക. ഇറ്റ്സ് എ കോമൺ സ്റ്റോറി. ഓക്കെ, മെയിൻ ആയിട്ട് ഇതിനകത്ത് തീം വരുന്നത് എന്താണ്? ലവ് സ്റ്റോറി തന്നെയാണ്. അപ്പൊ ഈ രണ്ടും പ്രധാനമായിട്ട് ലവ് സ്റ്റോറി ആണെങ്കിൽ ആദ്യത്തേത് മെയിൻ ആയിട്ട് വരുന്നത് സാക്രിഫൈസിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ്, ജീമുദ വാഹനന്റെ. ഓക്കെ, ദീസ് ആർ ദി 3 ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡ്രാമാസ്, ഫേമസ് ഡ്രാമാസ്. ഓക്കെ, അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ മെയിൻ ബുക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ സെയിം കാലഘട്ടത്തിലാണ് ചെയ്യുന്നത് ബാണഭട്ട ഹർഷചരിത എഴുതുന്നത്. ബാണഭട്ട എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കോർട്ട് പോയിട്ടാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഹർഷചരിത എന്ന് പറഞ്ഞാൽ ഹർഷനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഹർഷൻ എങ്ങനെ ഡയനാസിലേക്ക് വന്നു, ഹർഷൻ ഇങ്ങനെ റിലീജിയൻ മാറി എന്നുള്ള കാര്യങ്ങളൊക്കെ ഹർഷചരിതയിൽ പറയുന്നത്. ചരിതം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഹർഷനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നത്, ജീവചരിത്രം അത്ര തന്നെ. ഓക്കെ, ഹർഷവർദ്ധന്റെ റിലീജിയൻ ആസ്പെക്ടിലേക്ക് പറയുകയാണെങ്കിൽ ഇനീഷ്യലി അദ്ദേഹം എന്തായിരുന്നു? ഒരു ശൈവൈറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. ലേറ്ററിൽ അദ്ദേഹം എന്തെന്ന് പറഞ്ഞു? ഗഞ്ചം പോസ്റ്റ് പിടിച്ചെടുത്തതിന് ശേഷം അദ്ദേഹം സ്വാഭാവികമായിട്ട് ഹിനാന ബുദ്ധിസത്തിലേക്ക് മാറുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ലേറ്റർലി മഹായാന ബുദ്ധിസത്തിലേക്ക് മാറുന്നു. ഓക്കെ, മഹായാന ബുദ്ധിസത്തെ അദ്ദേഹത്തിനെ കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? ഞാൻ പറഞ്ഞു ഹുവാൻഡിസാങ് ആണ്. അദ്ദേഹം ഒരു ചൈനീസ് ട്രാവലർ ആണെന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, ഇവിടെ ഹിനാന ബുദ്ധിസവും മഹായാന ബുദ്ധിസവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം. ഹിനാന ബുദ്ധിസം എന്ന് പറയുന്നത് ഓൾഡ് കൈൻഡ് ഓഫ് ട്രഡീഷണൽ ബുദ്ധിസമാണ്. അദ്ദേഹം ബുദ്ധനെ ഫോളോവേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബുദ്ധനെ ദൈവമായിട്ടല്ല ഹിനാന ബുദ്ധിസത്തിലെ ആളുകൾ കൺസിഡർ ചെയ്യുന്നത്. മഹായാന ബുദ്ധിസത്തിൽ അങ്ങനെയല്ല, ബുദ്ധനെ ദൈവമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഓക്കെ, ബുദ്ധനെ ഫോളോവർ ആയിട്ടല്ല, ദൈവമായിട്ടാണ് കണക്കാക്കുന്നത്. വിഗ്രഹാരാധന മഹായാന ബുദ്ധിസത്തിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ സ്റ്റാച്യു കൈൻഡ് ഓഫ് കോൺസെപ്റ്റുകളൊക്കെ മഹായാന ബുദ്ധിസത്തിലാണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ മഹായാന ബുദ്ധിസത്തിലുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി താല്പര്യം കൂടി തുടങ്ങും. ബിക്കോസ് നമുക്ക് എപ്പോഴും ദൈവം എന്ന് പറയുന്നത് എന്താണ്? വിഗ്രഹമാണല്ലോ. അതാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ഉണ്ടാവും എപ്പോഴും. അപ്പൊ അങ്ങനെ ഒരു ടെൻഡൻസി വരുന്നത് കൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലും അതിന് പോപ്പുലാരിറ്റി വരുന്നുണ്ട്. മഹായാന ബുദ്ധിസത്തിന് പോപ്പുലാരിറ്റി വന്ന കാലഘട്ടം ഏതാണ്? 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ കനിഷ്കന്റെ കാലഘട്ടമാണ്. ഓക്കെ, അവിടെ മുതൽ മഹായാന ബുദ്ധിസം ഗ്രാജുവലി ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കേണ്ടത് ഇദ്ദേഹം ലിറ്ററലി മഹായാന ബുദ്ധിസത്തിലേക്കാണ് മാറുന്നത്. അപ്പൊ അദ്ദേഹം ഈ സ്റ്റേജ് നിങ്ങൾ ഓർത്തിരിക്കുക. ചിലപ്പോൾ UPSC ചോദിക്കും. ഓക്കെ, മഹായാന ബുദ്ധിസമാണ് ആര് എന്ന് പറയും? ഹർഷവർദ്ധൻ എന്ന് പറയും. ഇറ്റ്സ് എ റൈറ്റ് ആൻസർ. നോട്ട് ഇൻ ദി ഹിനാന ബുദ്ധിസം. ഇനീഷ്യലി ഹിനാന ആയിരുന്നു, പിന്നെ അദ്ദേഹം മഹായാനത്തിലേക്ക് മാറുന്നുണ്ട്. ഓക്കെ, അദ്ദേഹം പ്രധാനമായിട്ട് 2 അസംബ്ലികൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് കനൂജ് അസംബ്ലിയും രണ്ടാമത്തത് പ്രയാഗ് അസംബ്ലി. ഓക്കെ, കനൂജ് അസംബ്ലിയിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ്സ് എ റിലീജിയസ് അസംബ്ലി ഇൻ കനൂജ്. ഓക്കെ, ചൈനീസ് ഹുവാൻഡിസാങ് ഇല്ലേ, അദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു അസംബ്ലിയാണ് കനൂജ് അസംബ്ലി എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഫോർ ദി റിലീജിയസ് പർപ്പസസ്, ഫോക്കസ് ഓൺ ദി മഹായാന ബുദ്ധിസം. മഹായാന ബുദ്ധിസത്തിന് വേണ്ടിയിട്ടാണ് കനൂജ് അസംബ്ലി മെയിനായിട്ട് നടത്തുന്നത്. അറ്റ് സെയിം ടൈം പ്രയാഗ് അസംബ്ലിയിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി എല്ലാ മതങ്ങൾക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസംബ്ലി തന്നെയാണ്. അവിടെ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഹർഷവർദ്ധൻ എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന ഈ പറഞ്ഞ ടാക്സും കാര്യം സമ്പാദിക്കുന്ന 5 വർഷത്തിലെ പൈസ ഉണ്ടല്ലോ, അത് ജനങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വിട്ടു കൊടുക്കും. എന്നിട്ട് അദ്ദേഹം വീണ്ടും സമ്പാദിക്കും. ഈ ഒരു ടെൻഡൻസി ആയിരുന്നു അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ, ദാറ്റ് അസംബ്ലി ഇസ് നോൺ ആസ് പ്രയാഗ് അസംബ്ലി. ഈ പ്രയാഗ് അസംബ്ലിയാണ് അദ്ദേഹം ചെയ്യുന്നത്, ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, സോ അത്യാവശ്യം ലീനിയൻ ആയിട്ടുള്ള ആളും കൂടിയാണ് അദ്ദേഹം എന്നുള്ള കാര്യം ആലോചിക്കുക. ആ ഒരു സ്റ്റേജിൽ മഹായാന ബുദ്ധിസത്തിലേക്ക് മാറിയ സമയത്ത്. ഓക്കെ, ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഹുവാൻഡിസാങ്ങിന്റെ ഒബ്സർവേഷൻസ് ഒരുപാട് വരുന്നുണ്ട് ആ കാലഘട്ടത്തെ കുറിച്ചിട്ട്. പക്ഷേ പലതും ഇൻകംപ്ലീറ്റും മിസ് ഇന്റർപ്രറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ഡെഫിനറ്റ്ലി അദ്ദേഹം ചൈനീസ് മോങ്ക് ആണ്. ഓക്കെ, പക്ഷെ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ പോലെ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നൊന്നുമില്ല. സിയുക്കി എന്ന് പറഞ്ഞൊരു ബുക്ക്, ജേർണി ടു ദി വെസ്റ്റ് എന്നുള്ള ഒരു ബുക്കിലാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം അതിനകത്ത് ഹിന്ദു എന്ന് പറയുന്ന ടേമിന് പകരം ഹിന്ദു എന്ന് പറഞ്ഞ ടേമാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് എ UPSC ക്വസ്റ്റ്യൻ, നോട്ട് ഫോർ ദി സിവിൽ സർവീസ് സീരിയസ്. ഓക്കെ, ഹിന്ദു എന്ന് പറഞ്ഞ ടേമാണ്. ബിക്കോസ് സ്റ്റിൽ ചൈനീസ് ആർ യൂസിങ് ഹിന്ദുസ് എന്ന് പറയാറില്ല. ഓക്കെ, അതേ രീതിയിൽ തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ ക്ലൈമറ്റ്, അതേപോലെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തേക്ക് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ലാൻഡ് ഗ്രാൻഡിനെ കുറിച്ച് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മിസ്ഇന്റർപ്രിട്ടേഷൻ എന്ന രീതിയിൽ അദ്ദേഹം വേഗമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ബുദ്ധിസ്റ്റ് കൊടുക്കുന്നുണ്ട്, ബ്രാഹ്മണന്മാർക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ കൃത്യമായിട്ടുള്ള ഓർഡറും കാര്യങ്ങളൊന്നും പറയുന്നൊന്നുമില്ല. കിങ് വാസ് ജസ്റ്റ് ആൻഡ് പങ്ക്ച്വൽ ഇൻ ഡ്യൂട്ടി. ഞാൻ പറഞ്ഞു, അദ്ദേഹം കറക്റ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളും ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. എക്സ്പെഷ്യലി അദ്ദേഹം വന്നത് ഹർഷവർദ്ധന്റെ കാലഘട്ടത്തിലായതുകൊണ്ട് ഹർഷവർദ്ധനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്, പുള്ളി എഴുതി പോകുന്നത്. ഓക്കെ, അതേപോലെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഹർഷവർദ്ധനയ്ക്ക്, ചൈനീസ് കിങ്ങുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്ത് പറയുന്നുണ്ട്? അഡ്മിനിസ്ട്രേഷൻ പാർട്ടായിട്ട് പറയുന്നുണ്ട്. സെയിം കൈൻഡ് ഓഫ് ഡിസെൻട്രലൈസ്ഡ് അപ്രോച്ച് തന്നെയായിരുന്നു അദ്ദേഹം ഫോളോ ചെയ്തത് എന്നുള്ള കാര്യം പറയുന്നു. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ മിഷനറി പ്രോപ്പർ ആയിട്ട് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ടാക്സേഷൻ 1/6 ഓഫ് ദി പ്രൊഡ്യൂസ് ആണ് മെയിൻ ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്.
അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടുള്ള പബ്ലിക് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഓക്കെ, ദാറ്റ് കൈൻഡ് ഓഫ് പബ്ലിക് റെക്കോർഡ് ഇസ് നോൺ ആസ് നിലപ്പൊട്ടു. ഓക്കെ, നിലപ്പൊട്ടു എന്നാണ് അറിയപ്പെടുന്നത്, നിലപ്പൊട്ടു. ഓക്കെ, ദിസ് ഇസ് എ UPSC ക്വസ്റ്റ്യൻ, പ്രോബബിൾ ക്വസ്റ്റ്യൻ. നോക്കി വെച്ചോ, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം ഹൂണ്ടി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഓർമ്മയുണ്ടോ? ഹിയർ, which one of the following would be generally referred as a source of the post ഹർഷ പീരീഡ് എന്നാണ് ചോദിച്ചത്. ഹർഷ പീരീഡും അതേ കാലഘട്ടത്തിൽ വരുന്നതാണ്. ഇതേ സെയിം ആറ്റിറ്റ്യൂഡ് ആ സമയത്ത് വരുന്നുണ്ട്, ഹുണ്ടി. ഓക്കെ, ഹുണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അമ്പലത്തിൽ കണ്ടിട്ടില്ലേ, മണ്ണാരം, മണ്ണാരം ശ്രദ്ധിച്ചില്ല? അതിന് മുമ്പിൽ എഴുതി വെച്ച സാധനങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്പലങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ എഴുതാറുണ്ട് ഹുണ്ടി എന്ന്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ അങ്ങനെ സാധനങ്ങളൊക്കെ ചോദിക്കും ചിലപ്പോൾ എക്സാമിനേഷന്. ഓക്കെ, അവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അഡ്വൈസറി ഇഷ്യൂഡ് ബൈ ദി കിങ് ടു ഹിസ് സബോർഡിനേറ്റ്സ്. ഓക്കെ, എ ഡയറി ടു മെയിൻറ്റെയിനിങ് എ ഡെയിലി അക്കൗണ്ട്സ് എന്ന് പറയുന്ന സാധനം വരുന്നുണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് വരുന്നുണ്ട്. എൻ ഓർഡർ ഫ്രം ദി ഫ്യൂഡൽ ലാൻഡ്ലോർഡ്സ് ടു ഹിസ് സബോർഡിനേറ്റ്സ്. ഓക്കെ, ഇതിൽ ഈ രണ്ട് സാധനം നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. എൻ അഡ്വൈസറി ഇഷ്യൂ ബൈ ദി കിങ് ടു ഹിസ് സബോർഡിനേറ്റ്സും എൻ ഓർഡർ ഫ്രം ദി ഫ്യൂഡൽ ലോർഡ്സ് ടു സബോർഡിനേറ്റ്സും. ഓക്കെ, ആദ്യത്തതും എയും ഡിയും പറയുന്നത് ഒന്നല്ലേ എന്ന് ആലോചിച്ച് നോക്കി. കൈൻഡ് ഓഫ് എലിമിനേഷൻ വായിച്ചു നോക്കി. എൻ ഓർഡർ ഫ്രം ദി ഫ്യൂഡൽ ലോർഡ്സ് ടു സബോർഡിനേറ്റ്സ്, എൻ അഡ്വൈസറി ഇഷ്യൂ കിങ് ടു സബോർഡിനേറ്റ്സ്. ഒരേ കൈൻഡ് ഓഫ് ഐഡിയാസ് അല്ലേ മെയിൻ ആയിട്ട് പറഞ്ഞു പോകുന്നതിനകത്ത്. വലിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ടോ? അത് കിങ് സബോർഡിനേറ്റ്സിനും ഫ്യൂഡൽ ലോർഡ് സബോർഡിനേറ്റ്സ്. ഫ്യൂഡൽ ലോർഡ്സ് അല്ലേ കിങ് എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അവിടെ നിങ്ങളത് മോക്ക് ചെയ്തതല്ലേ? കൺഫ്യൂഷൻ ആർക്കെങ്കിലും? പ്രതിഭ, ധനീല, ക്ലിയർ ആണെന്ന് ഞാൻ പറയുന്നത്? സൗണ്ട് കട്ടായിട്ടൊന്നുമില്ലല്ലോ? ഫൈൻ, യെസ്, ഓക്കെ. ഓക്കെ, അപ്പോൾ ഈ രണ്ടും ഒന്നാണ്. മൂന്നാമത്തെ കാര്യം നോക്കിയേ, ഒരേ ഐഡിയാസ് ഫോളോ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടോ നോക്കിയേ. ഒന്ന്, എ ഡയറി ടു മെയിൻറ്റെയിൻ ഫോർ ഡെയിലി അക്കൗണ്ട്സ്, എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇതിന് എന്തിനാണ് പോസിബിലിറ്റി കൂടുതൽ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഓക്കെ, എപ്പോഴും നമ്മൾ നോക്കേണ്ടത് വിദേശത്ത് നിന്ന് പണം വാങ്ങുന്ന ഇല്ലീഗൽ അക്കൗണ്ട്സിന് പറയുന്നത് ഹൂഡീസ് എന്നാ പറയാ. അത് എന്തുകൊണ്ടാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല? ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ടോട്ടലി വാട്ട് ഇസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്? എനിവൺ? കറണ്ടുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും സാധനം കേട്ടിട്ടുണ്ടോ ഈ സാധനം? എന്താ അത്? എക്കണോമിക്സില് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റോട് കണക്റ്റഡ് ആയ സാധനമാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സെയിം സാധനം. അതായത് ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും? ടോട്ടൽ ഇൻഫർമേഷൻസ് വരും, എമൗണ്ട് ഓഫ് ടോട്ടൽ മണി, കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയും. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറയുന്നത്. റൈറ്റ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ടോട്ടൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഡയറി ടു മെയിൻറ്റെയിൻ എ ഡെയിലി അക്കൗണ്ട്സ്. സിമ്പിളി നിങ്ങൾക്ക് പറയാൻ പറ്റും, ഡയറി ഡെയിലി അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഡയറി വരുമോ? അതിന് ഓൾറെഡി അതേ സെയിം കോൺസെപ്റ്റ് സാധനമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക്. എന്താണ്? പബ്ലിക് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സാധനമല്ലേ? അതിനെന്താ പറയാ? നിലപ്പൊട്ടു. ഈ രണ്ട് പോയിന്റ് നിങ്ങൾക്ക് പഠിക്കണം, നിലപ്പൊട്ടു ആൻഡ് ഹൂണ്ടി. ഈ രണ്ട് ടേം ഇതിനകത്ത് ചോദിക്കാൻ സാധ്യത. അപ്പോൾ ഓൾറെഡി ഒന്ന് ചോദിച്ചു, രണ്ടാമത്തത് നിലപ്പൊട്ടുമാണ്. ക്ലിയർ, ഫൈൻ, കൺഫ്യൂഷൻ ഇല്ലല്ലോ? മുമ്പോട്ട് പോട്ടെ. ഓക്കെ, ഇതേപോലെ തന്നെ ബാണഭട്ടയിൽ നിന്നും ക്വാണ്ടിസാങ്ങിൽ നിന്നും മറ്റ് എവിഡൻസ് കൂടി കിട്ടുമല്ലോ. ഒന്നാമത്തത് പ്രീമാരേജ് ഓഫ് വിഡോ എന്ന് പറയുന്നത് അക്കാലത്ത് പെർമിറ്റഡ് അല്ല, കോമൺ സെൻസ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഡൗറി കോമൺ ആയിരിക്കും. സതി പ്രാക്ടീസസ് ആ കാലഘട്ടത്തിൽ പ്രിവാലന്റ് ആണ്. അർത്ഥം എന്താണ്? സോഷ്യൽ ആസ്പെക്ട് ഒറ്റയടിക്ക് പറയുന്ന സമയത്ത് വുമൺസിന്റെ സിറ്റുവേഷൻ അന്നും മോശം തന്നെയാണ്, മെച്ചൊന്നുമില്ലല്ലോ, സ്വാഭാവികം. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? സബ് കാറ്റഗറൈസേഷൻ വരുന്നുണ്ട്. പൊസിഷൻ ഓഫ് വുമൺസ് വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഞാൻ പറഞ്ഞു. സ്വയംവരം ഒക്കെ എന്താണ് ആ കാലഘട്ടത്തിൽ ഇല്ല. സ്വയംവരം അല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് ദർ. സോ സിറ്റുവേഷൻ വിൽ ബിക്കം വേഴ്സ്. ഓക്കെ, അതേപോലെ തന്നെ ആ കാലഘട്ടത്തിലെ മറ്റൊരു കാര്യം കൂടി പറയുന്നത് 4 ഡിവിഷൻ ഉണ്ട്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാസ് എന്ന് പറഞ്ഞ 4 ഡിവിഷൻ ഉണ്ട്. ഇതേ കാലഘട്ടത്തിൽ എന്ത് വരുന്നുണ്ട്? ചണ്ടാലാസ് അവർ ഫോളോ ചെയ്യല്ലോ. എന്തുകൊണ്ടാ? ചണ്ടാലാസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഗുപ്താസിന്റെ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഇവർ ഗുപ്താസിന്റെ ഫ്യൂഡേറ്ററീസ് ആണ്. സെയിം ആറ്റിറ്റ്യൂഡ് അവർ കണ്ടിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവാം. അവരുടെ പൊസിഷൻ ഡീഗ്രേഡ് ആവാനേ സാധ്യതയുള്ളൂ. ഇതാണ് ഒരു സിസ്റ്റത്തിലെ പ്രശ്നം. സൊസൈറ്റിയിൽ ഡീഗ്രേഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ വീണ്ടും ഡീഗ്രേഡ് ആയിട്ട് ആൾക്കാർ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതൊരു ഭയങ്കര പ്രോബ്ലം ആണ്. ആ കാലഘട്ടത്തിൽ എന്തുണ്ട്? ഫോഴ്സ്ഡ് ലേബർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മളത് പണ്ട് കാലം മുതലേ പഠിച്ചതാണ്. പക്ഷേ കമ്പയർഡ് വിത്ത് ഗുപ്താസ് ഇറ്റ് വിൽ ബിക്കം വെരി റയർ. വിഷ്ടി എന്നാണ് എന്ത് പറയുന്നത്? ഫോഴ്സ്ഡ് ലേബർ എന്ന് പറയുന്നത്. നമ്മൾ ഫോഴ്സ്ഡ് ലേബർ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് ഓർമ്മയുണ്ടോ? ഓക്കെ, നമ്മൾ പറഞ്ഞു ഇത് മെയിൻ ആയിട്ട് വിഷ്ടി എന്താണ്? മെയിൻ അക്കൗണ്ട് ആണ് അല്ലെ. അതായത്
ഫിനാൻഷ്യൽ മെയിൻ അക്കൗണ്ട് ആണെന്നുള്ള കാര്യം കൂടി പറഞ്ഞു. അതേപോലെ തന്നെ ഇൻസിഡൻസ് ഓഫ് റോബറി കാണാനുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ഇതിനകത്തൊരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുവാൻ ടീസാങ് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇവരെ പിടിച്ചു പറിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. റോബറി ആ സമയത്ത് കോമൺ ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം അതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഒരു വലിയൊരു ഡൈനാസ്റ്റി അല്ലല്ലോ, അതുകൊണ്ട് തന്നെ റോബറി ഒക്കെ ഈസിലി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗുപ്താസിനെ അപേക്ഷിച്ചിട്ട് കമ്പാരിറ്റീവ്ലി ബ്രൂട്ടൽ ആയിട്ടുള്ള പണിഷ്മെന്റുകളായിരുന്നു ഉണ്ടായിരുന്നത്, സിമിലർ ലൈക്ക് മൗര്യൻസ്. ഗുപ്താസിനെ അപേക്ഷിച്ച് കൂടുതലും മൗര്യൻസിന് അതേ കാറ്റഗറിയിലാണ് അവരുടെ രീതി വരുന്നത്. ക്യാപിറ്റൽ പണിഷ്മെന്റ് ഒക്കെ ആ കാലഘട്ടത്തിൽ കോമൺ ആയിരുന്നു. ഗുപ്താസിന്റെ കാലഘട്ടത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഉണ്ടായിരുന്നോ? ഇല്ല. ഞാനത് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ടോട്ടലി ആ ഒരു സിസ്റ്റം മാറിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇവരുടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ തന്നെയാണ്. അതേപോലെ തന്നെ ട്രേഡ് സെന്റർ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് മൂവ് ചെയ്യുന്നത്. സബ്സിസ്റ്റൻസ് എക്കണോമിയാണ് മെയിൻ ആയിട്ട്. ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇങ്ങനെ പല ആസ്പെക്റ്റുകളുണ്ട്. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ ഡൈനാസ്റ്റികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ വാറൊക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തായിരിക്കും, അഗ്രികൾച്ചർ ആദ്യം ബാധിക്കും. ബിക്കോസ് എക്കണോമിയിലേക്ക് ഈ പറയുന്ന പോലെ എന്തെങ്കിലും പൈസ കൂടുതൽ വരണമെങ്കിൽ വാറിന് കൂടുതൽ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കൂടുതൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ടാക്സും കാര്യങ്ങളും പിടിക്കും. സ്വാഭാവികമായിട്ട് അഗ്രികൾച്ചർ എന്ത് ചെയ്യും, ഡിക്ലൈൻ ചെയ്യും. ഇതൊരു ഈ പറഞ്ഞ ഹർഷവർദ്ധന ഡൈനാസ്റ്റി ഡിക്ലൈൻ ആകുന്ന വൺ ഓഫ് ദി റീസൺ ആയിരുന്നു. സെൽഫ് സഫീഷ്യന്റ് ആയിട്ടുള്ള വില്ലേജ് ആയിരുന്നു കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത്. ഓക്കെ, ബോത്ത് അർബൻ ആൻഡ് റൂറൽ ആസ്പെക്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യം വെച്ചാൽ മതി. പിന്നെ നമ്പർ ഓഫ് കോയിൻസ് കമ്പാരിറ്റീവ്ലി റെഡ്യൂസ് ആയിരുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കൃഷ്ണ റെഡ്ഡിന്റെ ബുക്കിൽ ഒരു പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, അക്കാലത്തിൽ ബാർട്ടർ സിസ്റ്റം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, സാധനങ്ങൾ കൊടുക്കുന്ന പരിപാടിയില്ലേ, സാധനം വാങ്ങുന്നത്, കോയിൻസ് കൂടാതെ അതും കൂടി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇൻ മാർക്കറ്റ്സ് അത് നോർമലി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഗിൽഡ് സിസ്റ്റം, മെർച്ചൻസ് ഗിൽഡ് സിസ്റ്റംസ് എന്നുള്ള കാര്യം ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. ട്രേഡ് നടത്തുന്ന സിസ്റ്റത്തിന് ഗിൽഡ് സിസ്റ്റം എന്ന് പറയും. മണിഗ്രാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഈ ഒരു കൈൻഡ് ഓഫ് സിസ്റ്റം ഡെഫിനറ്റ്ലി ഉണ്ടാവും, നിങ്ങൾക്കറിയാം. കാരണം എന്ന് പറയുന്നത് എന്താ, വൈശ്യാസ് ആണ്, ട്രേഡേഴ്സ് ആണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇത് കുറവായിരിക്കും. കാരണം ഗുപ്താസിനെ കമ്പയർ ചെയ്യാൻ പറ്റും നമുക്ക്. ഗുപ്താസ് എന്ന് പറഞ്ഞത് ലാർജർ ആയിട്ടുള്ള ഡൈനാസ്റ്റിയാണ്. അവർ നോക്കുമ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി കുറവ് തന്നെയായിരുന്നു എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, ഹർഷ ആർമി വളരെ പവർഫുൾ ആണ്. 4 പ്രധാനപ്പെട്ട ഡിവിഷനാണ് ഉണ്ടായിരുന്നത്. കവലറി, എലിഫന്റ്, ഇൻഫാൻട്രി, ചരിയോട്സ് എന്ന 4 ഡിവിഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ആർമി ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം അദ്ദേഹത്തിന് ആർമി ഉണ്ടാവും എന്നുള്ളത്. ആൻഡ് ഞാൻ പറഞ്ഞ സെയിം സാധനങ്ങളൊക്കെ തന്നെ ലിറ്ററേച്ചർ, ബാണഭട്ടയുടെ 2 പ്രധാനപ്പെട്ട ബുക്കുകളാണ് ഹർഷചരിതയും കാദംബരി എന്ന് പറയുന്ന ബുക്ക്. കാദംബരി ഈസ് ഓൾസോ എ ലവ് സ്റ്റോറി. ഓക്കെ, ഈ 2 ബുക്കുകളും ബാണഭട്ട എഴുതിയതാണ്, ഹർഷചരിതയുടെ കാലഘട്ടത്തിലുള്ളതാണ്. അതേപോലെ തന്നെ 3 ബുക്കുകൾ ഞാൻ പറഞ്ഞു, 3 പ്രധാനപ്പെട്ട പ്ലേ ബുക്കുകളാണ്. രത്നാവലി, പ്രിയദർശിക, നാഗനന്ദ. ഹുവാൻ ടീസാങ്ങിന്റെ ബുക്ക് നമ്മൾ പറഞ്ഞു. സിയുക്കി എന്ന് പറയുന്നത് മേജർ എവിഡൻസ് ഒക്കെ കിട്ടുന്ന ഒരു ബുക്ക് തന്നെയാണത്. ഇദ്ദേഹം നളന്ദ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഈ ഹർഷവർദ്ധനൻ നളന്ദ യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരാളും കൂടിയാണ്. ഓക്കെ, അതും കൂടി എക്സാമിനേഷൻ പോലെ നിങ്ങൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അവിടെ കോൺട്രിബ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഗോപാല എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടീച്ചറൊക്കെ ആ കാലഘട്ടത്തിലുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ മാതംഗ ദിവാകര, ഭർതൃഹരി എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട ഫിലോസഫേഴ്സും ഗ്രാമേറിയൻസും ഉണ്ട്. അവരുടെ ബുക്ക് നിങ്ങൾ പഠിച്ചു വെക്കണ്ട, അത്ര ഈസി ആയിരിക്കില്ല നിങ്ങൾക്ക് അത് പഠിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ആ ബുക്ക് നിങ്ങളോട് അധികം പഠിക്കേണ്ട എന്നുള്ള ഒരു സജഷൻസ് പറഞ്ഞത്. ഓക്കെ, കുറച്ച് ടൈറ്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാം, അതുകൊണ്ട് നിങ്ങൾ അത് വിട്ടേക്ക്. പക്ഷെ നിങ്ങൾ ആ പേരൊന്ന് ഓർത്തിരുന്നാൽ ബെറ്റർ. ഈ 2 പേരെ ഓർത്തിരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്, ഞാൻ അപ്പുറത്തേക്ക് ചോദിക്കില്ല. അത്രയും ടഫ് ആക്കേണ്ടെന്ന് വെച്ച് ഞാൻ ബുക്ക് പറഞ്ഞിടാത്തത്. ഓക്കെ, മാതംഗ ദിവാകരയും അതേപോലെ ഭർതൃഹരിയും ഓർത്താൽ മതി. ഈ 2 പേരുകളും ഈ പറയുന്ന ഹർഷവർദ്ധനായിട്ട് കണക്ട് ചെയ്തപ്പെട്ടതാണ്. ബാണഭട്ട, മാതംഗ ദിവാകര, ഭർതൃഹരി. ഓക്കെ, ഈ 3 പേരും എന്തോട്ട് അസോസിയേറ്റ് ചെയ്ത ക്ലാറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഹർഷവർദ്ധനയുടെ ഡൈനാസ്റ്റിയുടെ അസോസിയേറ്റ് ആണ്. അത്രയേ ഉള്ളൂ. അതിന്റെ മുകളിലേക്ക് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അത് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഹർഷവർദ്ധന്റെ കാലഘട്ടത്തിൽ മൊണാസ്ട്രീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നളന്ദ യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബുദ്ധന്റെ ഒരു കോപ്പർ സ്റ്റാച്യു ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് നളന്ദ ഭാഗത്ത്. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ആർക്കിടെക്ചറൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലക്ഷ്മണ ടെമ്പിൾ സിർപൂറിൽ ഒരു ബ്രിക് ടെമ്പിൾ ആണ്, അതും ഹർഷവർദ്ധന്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത്രമാത്രം ഓർത്താൽ മതി. ആൻഡ് ഹിയർ ദേ ആർ മെൻഷനിങ് അബൌട്ട് ദി നളന്ദ യൂണിവേഴ്സിറ്റി. നമുക്ക് ഓൾറെഡി അറിയാവുന്ന സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. നളന്ദ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ കമ്പാരിറ്റീവ്ലി ഫ്രീ ആണ്, പക്ഷേ എൻട്രൻസ് എക്സാമിനേഷൻ നല്ലപോലെ ടഫാണ്. നളന്ദ മീൻസ് ഗീവ് ഓഫ് നോളജ് എന്നാണ് അറിയപ്പെടുന്നത്. അത്രയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരാ നളന്ദ യൂണിവേഴ്സിറ്റി കൺസ്ട്രക്ട് ചെയ്തത്? വിച്ച് റൂളർ? ഹു? എനിവൺ? കുമാരഗുപ്ത. വെരി ഗുഡ്, കുമാരഗുപ്ത. സ്കന്ദഗുപ്തയുടെ ബന്ധപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? സ്കന്ദഗുപ്ത കുമാരഗുപ്തയ്ക്ക് ശേഷം വന്ന ആള്.
വെരി ഗുഡ്. സുദർശന ലേക്കിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ് സ്കന്ദഗുപ്ത വരുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. പഠിക്കുന്നുണ്ടപ്പോ നിങ്ങൾ, വളരെ സന്തോഷം. ഓക്കെ, അതേപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ എന്തുണ്ട്, ഒരുപാട് പണ്ഡിറ്റ്സുകളുണ്ട്. പണ്ഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ് നമ്മൾ പറയില്ലേ, പണ്ഡിറ്റ്സ്. ഓക്കെ, അവരാണ് ഈ പറഞ്ഞ റിനോവേറ്റുള്ള പണ്ഡിറ്റ്സ് ആണ്. ഓരോ ആൾക്കാർക്കും ഓരോ ടോപ്പിക്കാണ് കൊടുക്കുക. ഓക്കെ, ചില ആൾക്ക് മാത്സ്, സയൻസിലെ പെർട്ടിക്കുലർ ഭാഗം, സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞ ഓരോ ടോപ്പിക്കുകൾ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഓരോ ടോപ്പിക്കുകൾ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. അവിടെ വരുന്ന ആൾക്കാരാണ് ദിൻഗംഗ, ധർമ്മപാല, സ്ഥിരമതി എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിലെ ആൾക്കാർ. പക്ഷെ ഇവരെ എന്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കേണ്ട, ഒരാളുടെ പേര് മാത്രം ഓർത്തിരിക്കുക. നെയിം ഇസ് ധർമ്മപാല. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് പാല ഡൈനാസ്റ്റി. ഓക്കെ, അടുത്തൊരു ഡൈനാസ്റ്റി വരുന്നുണ്ട്. ഓക്കെ, ഇതിന് ശേഷം വരുന്ന ഒരു ഡൈനാസ്റ്റി ഉണ്ട്. ദാറ്റ് ഡൈനാസ്റ്റി ഈസ് നോൺ ആസ് പാല ഡൈനാസ്റ്റി, സ്റ്റാർട്ടിംഗ് ഓഫ് ദി മിഡീവൽ ഹിസ്റ്ററി അക്കോർഡിംഗ് ടു ഹിസ്റ്റോറിയൻസ്. നമുക്കത് കണക്ട് ചെയ്താൽ പറഞ്ഞു പോകുന്നത്, എന്നാൽ പോലും ഹിസ്റ്റോറിയൻസ് പറയുന്ന മിഡീവൽ ഹിസ്റ്ററി സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞത് പാല ഡൈനാസ്റ്റിയാണ്. ട്രൈ പാർട്ടി സ്ട്രഗിൾ ആണ്. അവിടെ പാല ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ ധർമ്മപാലാണ്. അദ്ദേഹം ഇവിടുത്തെ ടീച്ചറാണ്. ഓക്കെ, കണക്ഷൻ വന്നല്ലോ, എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ, എങ്ങനെയാണ് ഡൈനാസ്റ്റി വന്നതുള്ളത്. തനേസറും ബംഗാളിന്റെ ഒരു പാർട്ടി കൊണ്ടാണ് കണക്ട് ചെയ്തത്. കാരണം ആ ഭാഗമൊക്കെ എന്തായിരുന്നു, ഓർമ്മയുണ്ടല്ലോ, ശശാങ്കന്റെ ഏരിയക്കാർ പിടിച്ചെടുത്തിട്ടുണ്ട്, ഹർഷവർദ്ധനെ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ബംഗാളിന്റെ കൺട്രോൾ ആരെടുത്ത് വരുന്നുണ്ട്, ഇവരെ കൺട്രോളിലേക്ക് വരുന്നുണ്ട്. നാളന്ദ യൂണിവേഴ്സിറ്റി കണക്ട് ചെയ്യുന്ന പാർട്ടും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഏതാ ഭാഗം എന്നുള്ളത്. ക്ലിയർ? ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ രാജാക്കന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് അവരുടെ സ്ഥലങ്ങൾ ഡൊണേറ്റ് ചെയ്യും. ഓക്കെ, വില്ലേജുകൾ ഡൊണേറ്റ് ചെയ്യും. മെയിൻ ആയിട്ട് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്, വില്ലേജ് ഡൊണേറ്റുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് പോലും എന്തായിരിക്കാം, ഒറ്റ റീസണേ ഉള്ളൂ, ഹോസ്റ്റൽസ്. നമ്മളിപ്പോ ഹോസ്റ്റൽസ് വേണ്ടേ, ഇതേപോലെ വന്ന് പഠിക്കുന്ന പുറത്തൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് പഠിക്കുന്നതാ, അവർക്ക് താമസ സൗകര്യമൊക്കെ വേണം. അതിനായിട്ടുള്ള എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ റവന്യൂ കിട്ടാൻ വേണ്ടി ഈ വില്ലേജുകൾ എന്ത് ചെയ്യുന്നു, രാജാക്കന്മാരെ ഡൊണേറ്റ് ചെയ്യാറുണ്ട്. ഇതേപോലെ ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് ഈ പറഞ്ഞ ഹർഷവർദ്ധന എന്ന് പറയുന്നത്. ഓക്കെ, ഹർഷവർദ്ധനയ്ക്ക് ശേഷം സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു, ഈ പറയുന്ന ഡൈനാസ്റ്റി ഗ്രാജുവലി ഡിക്ലൈൻ ആയിട്ട്. ഓക്കെ, ദിസ് ഇസ് നോൺ ആസ് ദി പുഷ്യഭൂതി ഡൈനാസ്റ്റി. ക്ലിയർ ആണോ പുഷ്യഭൂതി ഡൈനാസ്റ്റിയെ കുറിച്ചിട്ട്? ഇത്രയും ഭാഗം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിനകത്ത് കറണ്ട് അഫെയറിൽ എന്ത് വന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നളന്ദ യൂണിവേഴ്സിറ്റി കറണ്ട് അഫെയറിൽ വന്നതാണ്. ഓക്കെ, അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എക്സാമിനേഷൻ പോലെ അത് നോക്കി വെക്കണം. അതേപോലെ തന്നെ ഫാഹിയാന്റെ വിസിറ്റ്, ഫാഹിയാൻ ഹുവാൻടിസങ് രണ്ടുപേരുടെയും വിസിറ്റ് ന്യൂസിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ചൈനീസ് ഡിപ്ലോമസിയായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഭാഗം കണക്ട് ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞു ഓർമ്മയുണ്ടോ, ഹിന്ദു എന്ന് പറയുന്നത്, ഓക്കെ, ചൈനീസ് വിളിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു ഓർമ്മയുണ്ടോ? ദർ ഷുഡ് ബി എ ഡിബേറ്റ്. ഓക്കെ, ആ ഡിബേറ്റിന്റെ ഭാഗമായിട്ട് ഹിന്ദുവിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, ആൻഡ് ഡെഫിനറ്റ്ലി ദ ക്വസ്റ്റ്യൻ ഫ്രം ഞാൻ ഈ പറഞ്ഞ ഭാഗത്തു നിന്നൊക്കെ, ഞാൻ ഇമ്പോർട്ടന്റ് പറഞ്ഞ ഭാഗത്തു നിന്നൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ചോദിക്കാനുള്ള സാധ്യതയുള്ള ഒരു പാർട്ടാണ്. ഓക്കെ, ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ നമുക്ക് ലേറ്റർ, വിക്രമശില യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് എന്ത് പഠിക്കാം, ലേറ്റർ സ്റ്റേജിൽ പഠിക്കാം. ഓക്കെ, അടുത്ത ഡൈനാസ്റ്റി എന്ന് പറയുന്നത് മൈത്രികാസ് ഓഫ് വല്ലഭി. ഓക്കെ, വല്ലഭി എന്ന് പറഞ്ഞ ലൊക്കേഷൻ എവിടെയാ, ഗുജറാത്തിന്റെ ഭാഗത്താണ്. മൈത്രികാസിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗുപ്താസ് എന്ത് ചെയ്യുന്നു, ഡിക്ലൈൻ ആവുന്നു. ഇവർ ഗ്രാജുവലി ഏകദേശം വെസ്റ്റേൺ ഇന്ത്യ ഭാഗത്ത്, ഇപ്പോഴത്തെ ഗുജറാത്തിന്റെ ഭാഗത്ത് അപ്രോക്സിമേറ്റ്ലി 475 AD കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, ഇവര് ഡൈനാസ്റ്റി ആ ഭാഗത്ത് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇവർ ഏകദേശം ഒരു 776 കാലഘട്ടം വരെയാണ് ഇവരുടെ സമയം എന്ന് പറയുന്നത്. ഇവരുടെ ക്യാപിറ്റലാണ് വല്ലഭി എന്ന് പറയുന്നത്. ഇത്രയും ഭാഗമാണ് നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു എക്സ്ട്രീം കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു പാർട്ട് ഉണ്ട്. ഓക്കെ, എന്തായിരിക്കാം, അറേബ്യൻ സീ ആയിട്ട് എന്താണ് കണക്റ്റഡ് ആണെന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ആ ഒരു ഭാഗം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ മൈത്രികാസ് ആണ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ നളന്ദ യൂണിവേഴ്സിറ്റി ഇല്ലേ, അതേപോലെ ഒരു യൂണിവേഴ്സിറ്റി ഈ ഭാഗത്ത് പണിയുന്നുണ്ട്. ദാറ്റ് യൂണിവേഴ്സിറ്റി ഈസ് നോൺ ആസ് വല്ലഭി യൂണിവേഴ്സിറ്റി. ഓക്കെ, അത് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയൊന്നും ചോദിക്കില്ല, എന്നാലും ഞാൻ ആ ഭാഗം ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. നേച്ചർലി എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് അറബിന്റെ അറ്റാക്ക് ആ ഭാഗത്ത് വരുന്നുണ്ട്. അറബ്സിന്റെ അറ്റാക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഗ്രാജുവലി വീക്കൻ ആവുന്നു. ഓക്കെ, കണ്ടിന്യൂസ്ലി അറബ് അറ്റാക്ക് വരും. കാരണം നമുക്ക് അറിയാവുന്നതാണ്, പാർട്ട് എന്താണ്, ഗുജറാത്ത് ഭാഗമാണ്, വല്ലഭി പാർട്ടാണ്, ട്രേഡ് നടക്കുന്ന റൂട്ടാണ് അറബ്സിന്റെ. അവരുടെ അറബിന്റെ റിപ്പീറ്റഡ് അറ്റാക്ക് ചെയ്യുന്നു. കിങ്ഡം ഗ്രാജുവലി വീക്കൻ ആവുകയും ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 783 അല്ലെങ്കിൽ 780 ആ കാലഘട്ടത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡൈനാസ്റ്റി വീക്കൻ ആവുന്നു. എക്സാക്ട് ടൈം നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കുകയേ വേണ്ട. ഓക്കെ, ഇവിടെ ഹിസ്റ്ററി ബുക്സിൽ, അവരുടെ ഹിസ്റ്ററിക്കൽ എവിഡൻസിൽ പറയുന്നത് തജിഗാസ് എന്നാണ് അറബ്സിനെ. ഓക്കെ, അതൊന്നും നിങ്ങൾ ഓർത്തിരിക്കാൻ കേട്ടോ. അതൊരു എക്സ്ട്രീം പോയിന്റ് ഞാൻ പറഞ്ഞു തരുന്നു. തജിക അറബ് ഇൻവേഷൻ അങ്ങനെയാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. തജിഗാസ് ഇൻവേർട്ടഡ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്
ഇവര് മെയിൻ ആയിട്ട് ശൈവൈറ്റ് ആണ്, ശിവേനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, ഹിന്ദുസ് ആണ്. എക്സെപ്റ്റ് ഒരു റൂളർ ഉണ്ട്, അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ധ്രുവസേന എന്നാണ്. ധ്രുവസേന 1 എന്ന് പറയും. അദ്ദേഹം ശൈവൈറ്റ് റൂളർ അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹം വൈഷ്ണവൈറ്റ് ആണ്. എക്സെപ്റ്റ് ദാറ്റ് പേഴ്സൺ, അതർ പേഴ്സൺസ് ആർ ശൈവൈറ്റ്സ്. ഓക്കെ, അങ്ങനെ ചോദിക്കാന്ന് ചോദിച്ചത് എനിക്കറിയില്ല, സാധ്യതയൊന്നുമില്ല. പക്ഷേ ഒരു ഒറ്റ പേര് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെല്ലാവരും പേര് ഓർത്തിരുന്നില്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ വേണമെങ്കിൽ ഓർത്തിരുന്നോ, ധ്രുവസേന. കാരണം നമുക്ക് കൺസിഡർ ദി ഫോളോയിങ് പെയർ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ റൂളറിന്റെ പേര് കണക്ട് ചെയ്ത് ചോദിച്ചാലോ, രണ്ട് സാധനം ഇവിടെ തരാം. ഒന്ന്, ഇത് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞല്ലോ, അപ്പൊ രണ്ട് പോസിബിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒന്ന് എന്താണ്, ഡൈനാസ്റ്റിയും അതിന്റെ ക്യാപിറ്റലും, ഡൈനാസ്റ്റിയും റൂളേഴ്സും. പോസ്റ്റ് ഗുപ്ത സാറുടെ ഫേവറേറ്റ് ഏരിയ ആയിട്ട് വരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളാണ്. അപ്പൊ നമുക്കിത് പ്രതീക്ഷിക്കാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം കൂടി പറഞ്ഞു തന്നത്. ഓക്കെ ഫൈൻ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നേക്ക്, അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട, വെറുതെ സമയം കളയണ്ട. ഡിസ്കസിങ് അബൌട്ട് മൈത്രികാസ് ഓഫ് വല്ലഭി ആൻഡ് പുഷ്യബുട്ടീസ് ഓഫ് തനൈസർ. ഇത്രയും കാര്യം ഓക്കെ ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ എന്തെങ്കിലും? ഡൺ. അടുത്ത ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ആ സ്ലൈഡിന്റെ അടുത്ത് മിസ്സായി പോയി. മൗഖര്യാസ് ഓഫ് ആര് വരുന്നു? കനൂജ് വരുന്നു. മൗഖര്യാസ് ഓഫ് കനൂജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, സബോർഡിനേറ്റ് റൂളേഴ്സ് ആണ്. സാമന്താസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, കനൂജ് ഭാഗമായിരുന്നു ഭരിച്ചിരുന്നത്. കമ്പാരിറ്റീവ്ലി ഇവർക്ക് ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടായിരുന്നു, മറ്റുള്ള ആൾക്കാരെ അപേക്ഷിച്ചിട്ട് ഭയങ്കര സ്ട്രോങ് ഹോൾഡ് ആയിരുന്നു ഇവർക്ക് കമ്പാരിറ്റീവ് നോക്കുന്ന സമയത്ത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഹർഷവർദ്ധന്റെ സിസ്റ്റർ ആയിട്ടുള്ള രാജശ്രീ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ഗ്രഹവർമ്മനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ദേവഗുപ്തയും അതേപോലെ ശശാങ്കനും കൂടി ചേർന്ന് ആരെ കൊല്ലുന്നു? ഗ്രഹവർമ്മനെ കൊല്ലുകയും രാജശ്രീനെ പിടിച്ചുകൊണ്ടുകയും ചെയ്യുന്നുണ്ട്. ലേറ്റർലി എന്ത് ചെയ്യുന്നുണ്ട്? ഹർഷവർദ്ധൻ ഈ പറഞ്ഞ ശശാങ്കനെയും കൊല്ലും, ദേവഗുപ്തനെയും കൊല്ലും. ആര് തിരിച്ചുകൊണ്ടുവരും? രാജശ്രീനെ തിരിച്ചുകൊണ്ടുവരുന്നത് മാത്രമല്ല, ഈ പറയുന്ന കനൂജ് എന്ന് പറയുന്ന പാർട്ട് ആരുടെ കൺട്രോൾ ആക്കും? ഇദ്ദേഹത്തിന്റെ ഡൈനാസ്റ്റിന്റെ പാർട്ടിലേക്ക് കൊണ്ടുവരും. സോ ഹർഷവർദ്ധൻ ചേഞ്ചസ് ക്യാപിറ്റൽ ടു തനേസർ ടു കനൂജ്. ക്ലിയർ? ഇത്ര മാത്രമേ അതിനെ കുറിച്ച് അറിയേണ്ടതുള്ളൂ. അതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിലായിട്ട് ഒന്നും അറിയേണ്ടതില്ല. മൗഖര്യാസിന്റെ ഓൾസോ മെൻഷൻ ദി പതഞ്ജലി വർക്ക്സ്. അവർ ഈ പറഞ്ഞ പതഞ്ജലി വർക്ക്സ് ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതൊന്നും നിങ്ങൾ ഓർത്തിരിക്കണം, അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഇവിടെ ആകെ ഓർത്തിരിക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞ് ഗ്രഹവർമ്മൻ എന്ന് പറയുന്ന ഒരാളെ പേര് ഓർത്തിരിക്കുക, ആ ക്യാപിറ്റൽ ഓർത്തിരിക്കുക. ഞാൻ ഈ പറഞ്ഞ കഥയെ ഓർത്തിരിക്കുക, വേറൊന്നും നിങ്ങൾ തൽക്കാലത്തേക്ക് ഓർത്തിരിക്കേണ്ട എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല്. ആൻഡ് ഹർഷവർദ്ധൻ എങ്ങനെ ഡിക്ലൈൻ ചെയ്യുന്നുള്ളൊരു ഭാഗമാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞു, ഒന്ന് ലോസസ് ഓഫ് ടെറിട്ടറീസ് ഇത് പറഞ്ഞ പോലെ ഗ്രാജുവലി ലോസ് ആയി പോകുന്നു, എക്കണോമി ഗ്രാജുവലി വീക്കൻ ആവുന്നു, ഫ്യൂഡേച്ചേഴ്സ് ഗ്രാജുവലി വരുന്നുണ്ട് പല ഭാഗത്തുമായിട്ട്. ഇവരുടെ ഈ പറയുന്ന ഹർഷവർദ്ധന്റെ ഡൈനാസ്റ്റി ഡിക്ലൈൻ ആയിട്ട് വന്നിട്ടുള്ള രണ്ട് ഫ്യൂഡേറ്ററീസ് ആണ്, ഒന്ന് ഗുജറ പ്രതിഹരാസ് എന്ന് പറയുന്ന ഗ്രൂപ്പും അതേപോലെ തന്നെ രജ്പുത്തും. ഈ രണ്ട് ഗ്രൂപ്പുകളും ഡെവലപ്പ് ആവുന്നത് ഹർഷവർദ്ധന ഡൈനാസ്റ്റി ഡിക്ലൈൻ ആയതിനു ശേഷമാണ്. ദേ ആർ ദി ഫ്യൂഡേറ്ററീസ് ഓഫ് ദി ഹർഷവർദ്ധനാസ്. ഓക്കെ, അതേപോലെ ട്രേഡ് ഗ്രാജുവലി ഡിക്ലൈൻ ആവുന്നു, നമ്മൾ ആ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ട്രേഡ് ഡിക്ലൈൻ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ എക്കണോമി ഗ്രാജുവലി എന്തായിരിക്കും? വീക്കൻ ആയിട്ട് പോകും. ഓക്കെ, ദിസ് വൺ ഓഫ് ദി ക്വസ്റ്റ്യൻ ഓൾറെഡി അതിനകത്തുണ്ട്. ഓക്കെ, ഓൺ ദി ബാങ്ക് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് റിവർ പുലകേശൻ ഡിഫീറ്റഡ് ദി ഹർഷവർദ്ധന? നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, സൗത്ത് ഭാഗത്തേക്ക് വരുന്നതാണ്. ഇറ്റ്സ് നർമ്മദ റിവർ. നർമ്മദ റിവറിന്റെ തീരത്താണ്. ഇറ്റ്സ് ഇൻ ഐഹോൾ ഇൻസ്ക്രിപ്ഷൻസ്. ഓക്കെ, നർമ്മദ റിവറിന്റെ തീരത്താന്ന് ഓർത്തിരിക്കുക. അത് ശരിക്കും വരുന്ന അടുത്ത പോർഷനിലാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് വരാത്തത്. അടുത്തത് ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. ഏതാണ്? പ്രയാഗ് അസംബ്ലി, കനൂജ് അസംബ്ലി. സി ഇസ് ദ ആൻസർ. ഓക്കെ, ഇതിനകത്ത് ആ സമയത്ത് കീയിൽ ചെറിയൊരു മിസ്റ്റേക്സ് വന്നിരുന്നു. ആ സമയത്ത് കീ ആൻസർ എ ആയിരുന്നു വന്നിരുന്നത്. സി ഇസ് ദ ആൻസർ. ഓക്കെ, ഡൺ. He wanted to popularize Mahayana Buddhism form of Buddhism is called. Fine, done. അടുത്തത്, which one of the following inscriptions of the Pulagesian II military succession against ഹർഷവർദ്ധന? ഏതാണ്? ഐഹോൾ ഇൻസ്ക്രിപ്ഷൻസ്. കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? അറിയാവുന്നതല്ലേ? These are the portion of the പുഷ്യബുദ്ധി ഡൈനാസ്റ്റി, മൗഖര്യാസ് ഓഫ് കനൂജ്, അതേപോലെ തന്നെ മൈത്രികാസ് ഓഫ് വല്ലഭി. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഡൺ. ഓക്കെ.